കുയിൽ പാടും ഈണം കേൾക്കാം, മയിലോടൊത്താടി പാടാം, ഇളവയിൽ ചൂടിൽ പരന്നേറാം, ചെക്കേറാം ചില്ലമേൽ. നമസ്കാരം. പുതിയ വീഡിയോയും പുത്തൻ കാഴ്ചകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഹാരംഗി റിസർവോയറിലാണ് ഇപ്പം നമ്മളുള്ളത്. ടിക്കറ്റ് എടുക്കാനുണ്ട്. ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിൽ കയറിയിട്ട് എന്താ ഉള്ളത് നമുക്ക് നോക്കാം. ഡാം 7 o'clock വാട്ടർ ഷോ. അതുവരെ വേറെ മുകളിലേക്കൊന്നും പോകാനില്ല. ജസ്റ്റ് പാർക്കിൽ മാത്രം. പാർക്കിൽ ഇരിക്കുക, പോവുക. വേ ടു ഗാർഡൻ, പ്ലാസ്റ്റിക് ഫ്രീ സോൺ. കറക്റ്റ് അതിൻ്റെ താഴെ തന്നെ പ്ലാസ്റ്റിക് ഇട്ട്. എന്നാലും കമ്പാരിറ്റീവ്ലി നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇതാ കാണുന്ന ഡാം. യൂട്യൂബർ സാന്തിക ഗാർഡൻ. ഇത്ര ഉള്ള പരിപാടി, വേറെ കാര്യമായിട്ടൊന്നും ഇല്ല എന്ന് തോന്നുന്നു. ഇതിൻ്റെ ഉള്ളിൽ ചായ കുടിക്കാനുള്ള പരിപാടിയൊന്നും ഇല്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. അങ്ങനെ തന്നെ അനുമാനിക്കാം. ക്ഷീണിച്ചവശനായിരിക്കുന്ന ഒരാൾ വയ്യോരത്ത് കണ്ട ഒരു ബെഞ്ചിൽ ഇരിക്കുന്ന ആ മനുഷ്യനോട് ഞാൻ ചോദിച്ചു. അദ്ദേഹം എനിക്ക് വഴികാട്ടിയായി. കാണണമെന്നുള്ളത് പൊട്ടിപ്പൊളിഞ്ഞ ഒരു പാലം, അതിൻ്റെ മുകളിലൊരു കൂടാരം, വെള്ളമില്ലാത്തൊരു സർക്കിള്, വെള്ളമൊന്നുമില്ല, വെള്ളമെല്ലാം വറ്റി. ഇതൊക്കെ തന്നെ ഇവിടെ കാണാൻ. താഴെ വെള്ളമുണ്ടോ നോക്കാൻ പോയിട്ട്. പഴയ ഏതോ ഒരു ഹോളിവുഡ് സിനിമയെ അനുസ്മരിപ്പിക്കുന്ന ടൈപ്പ് ഒരു പാലമായിരുന്നു ഞാൻ നേരത്തെ കണ്ടത്. അത് കുറേ നമ്മുടെ ഈ സീരീസൊക്കെ ഇല്ല, നെറ്റ്ഫ്ലിക്സിലൊക്കെ ഉള്ള അതേപോലൊരു സെറ്റപ്പായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നടന്ന് ഡാമിൻ്റെ അടിത്തട്ടിൽ എത്തി. എൻ്റെ മുന്നിൽ നടക്കുന്ന ആൾക്കാരോട് ഞാൻ ചോദിച്ചു ഇവിടെ എന്താണ് ഉള്ളതെന്ന്. അവർ പറഞ്ഞു നമ്മളും നിങ്ങളെപ്പോലുള്ള യാത്രികരാണ്. അതുകൊണ്ട് തന്നെ ആ ഡാമിൻ്റെ അടിയിൽ എന്താണ് എന്ന് നോക്കാനുള്ള വ്യഗ്രതയുമായി ഞാൻ വീണ്ടും മുന്നോട്ട് നടന്നു. കളകളം ഒഴുകുന്ന പുഴ. ഈ കമ്പിവേലി എനിക്കൊരു തടസ്സമായിരിക്കുന്നത് കാരണം ആ പുഴയുടെ ഭംഗി ആസ്വദിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. മങ്ങിയ കാഴ്ചകളുമായി വീണ്ടും മുന്നോട്ട് ഞാൻ നടന്നു. നടന്ന് ഡാമിൻ്റെ അടിഭാഗത്തെത്തി. ഇതാണ് ഡാം. ഇത്രയേ ഉള്ളൂ, വേറെ പരിപാടികളൊന്നുമില്ല. ഇവിടെ താഴെ വെള്ളം, ഇവിടെ ഡാം. നേരത്തെ സൂചിപ്പിച്ച പോലെ ഇവിടെ കടയോ വെള്ളം കുടിക്കാനൊരു ഇതോ ഒരു ചായക്കടയോ ഒന്നുമില്ല ഇവിടെ. ഇത്രയുള്ള പരിപാടി കഴിഞ്ഞു. പുതിയൊരു കഥ പാടും രാവിൻ നിലാചില്ലയിൽ കൂടൊരുക്കും. ഈ തീരം നമുക്കായി പുതിയൊരു കഥ പാടും രാവിൻ നിലാചില്ലയിൽ കൂടൊരുക്കും. വാ വാ പെണ്ണാളെ സ്വപ്നലോകം കീഴടക്കാൻ വർണ്ണജാലകം തുറന്നിടാം. നീയെ എന്നും എൻ തോഴിയാ. ഇവിടെ കാര്യമായി ഒന്നും കാണാനില്ല എന്ന തിരിച്ചറിവ് ഉണ്ടായതുകൊണ്ട് തന്നെ തിരിച്ച് നടക്കുന്നു. കാർ മൂടിയ ആകാശം, താഴെ ക്ഷീണിച്ച് അവശരായ യാത്രികൾ. വഴിയരികിൽ ബെഞ്ചിലിരിക്കുന്ന ഒരു ക്ഷീണിതനായ യാത്രികനോട് ഞാൻ ചോദിച്ചു, നമുക്ക് തിരിച്ചു പോവാല്ലേ? അദ്ദേഹം പറഞ്ഞു പോവാം. അപ്പോൾ നമ്മൾ മുന്നോട്ട് നടക്കുകയാണ്. ഇവിടുന്ന് യാത്രയാവുകയാണ്. എന്താ പറയുക,
മനസ്സിനെ കുളിരണിയിക്കുന്ന പ്രത്യേകതരം കാഴ്ചകളോ അനുഭവങ്ങളോ ഒന്നുമില്ലാതെ ഈ ഡാമിൽ നിന്നും തിരിച്ച് നടക്കുകയാണ്. അപ്പോൾ അടുത്ത സ്ഥലത്ത് വെച്ച് കാണാം. എന്തായാലും ഓക്കെയാണ്. നമ്മുടെ ഈ പാർക്കും ഇതിൻ്റെ അറ്റ്മോസ്ഫിയറൊക്കെ സൂപ്പറാണ്. നമുക്ക് അത്യാവശ്യമായിട്ട് നല്ലൊരു, ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ പീസ്ഫുള്ളായ അറ്റ്മോസ്ഫിയറാണ്. നമുക്ക് യാത്രയിൽ ഭക്ഷണം കഴിക്കാൻ, ഷോപ്പിംഗ്, ഇതൊക്കെയാണ് നമ്മൾ എവിടെ പോയാലും യാത്രയിലുള്ള ഇത്. അപ്പം മിക്ക ഷോപ്പിലും ഇതൊക്കെ തന്നെ ഉണ്ടാവും. ഇവിടെ ഷോപ്പുണ്ട്, ഇവിടെ ഷോപ്പുണ്ട്. ഇത് ഫുഡിൻ്റെ. കാരണം ഇവിടെ നമ്മുടെ മൊത്തം മലയാളീസ് തന്നെയാണ് കൂടുതൽ, ഏറ്റവും കൂടുതൽ ഹോട്ടൽ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ മലയാളീസ് തന്നെയാണ്. നല്ല ഫുഡാണ്, മോശമല്ല, നല്ല അടിപൊളി ഫുഡാണ്. ബിരിയാണി ആയാലും എന്ത് ഭക്ഷണം കഴിച്ചാലും നല്ല നല്ല ടേസ്റ്റ് ഉണ്ട്. വർത്ത്, നമ്മളെ കൊടുക്കുന്ന ഇതിന് വർത്താണ്, ധൈര്യമായിട്ട് കഴിക്കാം. അതുപോലെ ഷോപ്പിംഗ് എന്തായാലും കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും. പിന്നെ അതുപോലെ ഇവിടെ വരുമ്പോൾ സ്പൈസസ്, റെഡ് വൈൻസാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. മിക്ക കടയിലും വൈൻ ഉണ്ടാവും, ചായപ്പൊടി, അതുപോലെ സ്പൈസസൊക്കെ ഒരുപാട് ടൈപ്പ് സ്പൈസസ് ഉണ്ടാവും. നല്ല ഒറിജിനൽ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ. പിന്നെ ടീ, ചായപ്പൊടിയുടെ പാക്കറ്റുകൾ, എല്ലാ ടൈപ്പ് ടീ ഉണ്ടാവും. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വൈനൊക്കെ ഉണ്ടാവും, നല്ല ക്വാളിറ്റി വൈൻസ് ഉണ്ടാവും. ചോക്ലേറ്റ്സ് ഉണ്ടാവും. ചോക്ലേറ്റ്സൊക്കെ റേറ്റ് കൂടുതലാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇത് വരികയും ചെയ്യും. മാഷ്മെല്ലോ, ചോക്ലേറ്റ്സ്, പിന്നെ അഗർബത്തീസ് എല്ലാം ഉണ്ടാവും ഒരുവിധം. ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു സിനിമാ നടൻ, സെലിബ്രിറ്റി, ഇത് നമ്മുടെ ചാനലിൽ വരും. ഈ ചങ്ങായി വാഴ 2 അഭിനയിച്ച സെലിബ്രിറ്റിയാണ്. അടിപൊളി. വാഴ 2 സുമതി വളവ്, നമ്മളെ സെലിബ്രിറ്റി. ഷോപ്പിങ്ങിൻ്റെ പരിപാടിയൊക്കെ തീർത്ത് അടുത്ത ലൊക്കേഷനിലേക്കുള്ള യാത്ര. അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ എല്ലാവർക്കും ബൈ ബൈ പറഞ്ഞ് നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയ കാഴ്ചകളും പുതിയ അനുഭവങ്ങളുമായി എത്തും. ബൈ.